ചവിട്ടി ചവിട്ടി എന്നെ അല്ലോട് വണ്ടി ഔട്ടായി. സുരേന്ദ്രനോടെ പോയി സുമാര തിയേറ്ററിലുണ്ടാവും. ഇന്ന് രജനിയുടെ പടം റിലീസ് അല്ലേ? ആ വണ്ടി വിട്ടോ. ഒരാളെ കണ്ടിട്ട് പൊക്കോളാം. സുരേന്ദ്ര 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 അടി കൊണ്ട് കുറച്ച് ശരിയാവുണ്ട്. ഇങ്ങോട്ട് സുരേന്ദ്ര 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 എന്താ കാര്യം എന്ന് പറ. എന്താന്ന് പറ. നിനക്ക് പാട്ട് പാടുന്ന എല്ലാവരും അറിയോ? പിന്നെ എത്ര പേരെ അറിയാം? യേശുദാസ്, ജയചന്ദ്രൻ, എസ് ജാനകി. അതല്ല, നമുക്ക് പറ്റിയ കൊച്ചു കൊച്ചു പാട്ടുകാര്. ഓ, കൊച്ചു കൊച്ചു പാട്ടുകാര്. എടാ, ഈ പൊക്കം കുറഞ്ഞ പാട്ടുകാർ എനിക്കറിയാം. ഈ SP ബാലസുബ്രഹ്മണ്യത്തിന് വലിയ പൊക്കമില്ല. പിന്നെ ജയചന്ദ്രനും അത്ര പൊക്കമില്ല. ഈ വെട്ടൂർ പുരുഷൻ എടാ, നമ്മുടെ കഥാപ്രസംഗത്തിന് പറ്റിയ പാട്ടുകാരുണ്ടോ? ഒന്ന് മര്യാദയ്ക്ക് സിനിമ നമ്മൾ സമ്മതിക്കില്ലേ നീ? എടാ, ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുള്ള പരിപാടിയാണ്. നീ ആരോട് ചോദിച്ചിട്ട് അഡ്വാൻസ്? അപ്പനോട്. അപ്പനെ ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ഇന്ന് പുതുക്കാട് അമ്പലത്തിലെ കഥാപ്രസംഗം. ഹാർമോണിസ്റ്റിന്റെ അമ്മായിമ്മ ചത്തുവേടാ. എന്നൊന്ന് സഹായിക്ക്. അപ്പോ ഹാർമോണിസ്റ്റിന് പുതിയൊരു അമ്മായി അമ്മയെ ഉണ്ടാക്കണം. അത്രയല്ലേ ഉള്ളൂ? അത് ഞാൻ ഏറ്റു. എത്ര അമ്മായി അമ്മ വേണമെങ്കിലും എന്റെ കയ്യിൽ സ്റ്റോക്ക്. എടാ, നീ എന്റെ കൂടെ വന്ന് ഒന്ന് സഹായിക്കണം പ്ലീസ്ടാ. ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് നാട്ടുകാരെ തല്ലുള്ള വയ്യ. എടാ, ഞാൻ പറയുന്നു പോയി സഹായിക്കടാ. ഇതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇവന് ഭയങ്കര വേണ്ട, ഞാൻ വരാം. അയ്യ, നീ വന്നാൽ ശരിയാവുന്നില്ല. അത് ശരിയാവത്ത. എടാ, നിനക്ക് അത്യാവശ്യം പെട്ടി വായിക്കാൻ അറിയാലോ. നീ ഒന്ന് വന്നിരുന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. വണ്ടി കയറി. എന്തായാലും ഞാനും കൂടെ വരാം. ഞങ്ങൾക്ക് ടൈമിനോട് വീണ്ടും അഭിവന്ദ്യ ഗുരുജനങ്ങളെ, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, മുതുകുളം മധുകുമാറും സംഘം അവതരിപ്പിക്കുന്ന 17ാമത് കലോപകാരമാണ് മേഘം മറന്ന മാനം. വിശ്വവിഖ്യാതനായ ലിയോണോൾ ജോൺസന്റെ ലൂസേഴ്സ് ഫൈനൽ എന്ന ഐതിഹാസിക നോവലിന്റെ കഥാപ്രസംഗ ആവിഷ്കാരം. മാനം മറന്ന മേഘം അഥവാ മേഘം മറന്ന മാനം. വെള്ളപ്പട്ടുടയാട ചുറ്റി പുഞ്ചിരിയോടെ കൊഞ്ചി നിന്ന മേഘം, കതിരോൻ തന്റെ പതിരില്ലാത്ത സ്നേഹകിരണമാല്യങ്ങൾ ചൂടിച്ച മേഘം. വിട ചൊല്ലുവാൻ നേരം അവളും മറന്നുപോയി അഭയം കൊടുത്തോരു മാനം. മാനം മറന്ന മേഘം അഥവാ മേഘം മറന്ന മാനം അഥവാ മാനം മറന്ന മേഘം. ശിശിരത്തിലൊരു രാത്രി കൂരിട്ടാവുന്ന കരിമ്പടം പൊതിച്ച് പാരീസ് താരം ഉറക്കത്തിലാണ്. എങ്ങും നിശബ്ദത, ചുറ്റും കൂറ്റാക്കൂട്ടിയിരുട്ട്, പട്ടിയുടെ കൊരയും ചീവിടിന്റെ ശബ്ദവും മാത്രം. തൊട്ടടുത്തുള്ള സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ മണി 3 അടിച്ചു. മണി 3 അടിച്ചു. മണി 3 അടിച്ചു. അതെ, തൊട്ടടുത്തുള്ള സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ മണി 3 അടിച്ചു. അങ്ങനെ 3 ടോട്ടൽ 6 മണി. നേരം വെളുത്തു. കിഴക്കൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ വെള്ളിക്കൊടാലിയുമായി പോയി. എന്തിനാന്നോ? കിഴക്ക് വെള്ളം കയറാൻ. തിരക്കേറിയ വിജനമായ വീതി, തലങ്ങും വിലങ്ങും ഓടുന്ന കുതിരവണ്ടികൾ മാത്രം. അതിലൊരു വണ്ടി ബ്രിഗേഡ് കൊട്ടാരത്തിൽ നേരെ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയിൽ ആരാന്നറിയോ? നമ്മുടെ കഥാനായകൻ നെയ്സം രാജ്കുമാരൻ. നെയ്സ രാജകുമാരന്റെ മുഴുവൻ പേരെന്താന്നറിയോ? സലാം അലി ഗലാഹുത്ത് അൽകുൽത്ത് നെയ്സ രാജകുമാർ എന്ന. രാജകുമാരന്റെ വരവ് എന്തിനാണെന്നറിയോ? ആരെ കാണാനെന്നറിയോ? തന്റെ എല്ലാമായി ലൈലേ. അങ്ങനെയുള്ള നെയ്സ രാജകുമാരന്റെ വണ്ടിയാണ് ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്കിടുമൊരു വണ്ടി, അതിലൊരു മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുക്കാൻ. കറക്കിടുമൊരു വണ്ടി, അതിലൊരു മിനുങ്ങുന്ന ഉടുപ്പണിഞ്ഞൊരു മിട്ടുമിട്ടുമിട്ടുക്കാൻ. ലേല മട്ടുപാവിൽ നിന്നും തന്റെ കാമുകനെ, തന്റെ എല്ലാമെല്ലാമായ തന്റെ രാജകുമാരനെ കണ്ടു. ആര് കണ്ടാലും കൊതിക്കും വടിവൊത്ത കാരിരുമ്പു തോൽക്കുമാ പൊന്മേനി. അത്രയ്ക്ക് സുന്ദരനാണവൻ. കോരിത്തരിപ്പിക്കും ആ കണ്ണുകൾ തൻ ബാണമേറ്റു പിടയാത്തതേതുണ്ട് ഭൂമിയിൽ പാറ പോലും.
നൈസ രാജ്കുമാരൻ അന്തപ്പുര വാതിൽ കടന്ന് ലൈലയുടെ അടുത്തെത്തി. അവൻ വിളിച്ചു, ലൈല, ലൈല. അവൾ പരിഭവിച്ചു നിൽക്കുകയാണ്. വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട. ജെറുസലേമിൽ പോയതിനു ശേഷം എന്നെ പറ്റി ഓർത്ത പോലും ഇല്ലല്ലോ. എന്നോടൊന്നും മിണ്ടണ്ട. ജോലിയുടെ തിരക്കിനെ കുറിച്ച് നിനക്ക് എന്തറിയാൻ ലൈല? അത് ഒരുപാട് പണികളുള്ളല്ലേ. ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, എന്നോടൊന്നും പറയേണ്ടത് പറഞ്ഞില്ലേ. അവൾ കൈയും തട്ടി തെറിപ്പിച്ച് ജാലകത്തിനടുത്ത് നിന്ന് പരിഭവിച്ചു നിൽക്കുകയാണ്. പരിഭവിച്ചു നിൽക്കുന്ന ലൈലയെ കണ്ട നൈസ രാജ്കുമാരൻ പിന്നിലൂടെ ചെന്ന് അവളുടെ മൃദുലമായ കാതുകളിൽ ഇങ്ങനെ ഓതി. അവൻ ഓതുകയാണ്. അവർ രണ്ടും കൽപ്പിച്ച് അവളുടെ കാതുകൾ ഓതുന്നു. നീ മിണ്ടി പോരുത്. കഥാപ്രസംഗത്തിന്റെ ഇടയിൽ പുസ്തകത്തിന്റെ പേജ് പറിച്ചത് നീയല്ലടാ. കഥ തീരാറായോ എന്നറിയാൻ വേണ്ടി ഞാൻ പേജ് മറിച്ച് നോക്കിയതാണാ. കൊന്നളി ഞാൻ. മിടുക്കൻ. ഇനിയും പേജ് മറിച്ചു. നിനക്കിത് വേണോടാ? എന്നെ കൂടെ കൊണ്ടുപോകത്തല്ലേ? അയ്യോടാ, എന്നിട്ട് വേണം ഇടിയുടെ ഡോസ് കൂടാൻ. അല്ലടാ. ദൈവമേ, അവരായിരിക്കും അത്. അവരായിരിക്കാൻ സാധ്യതയുണ്ട്. കരുനാക്കൊണ്ടൊന്നും പറയാതടാ. നല്ലൊരു അടി കണ്ടിട്ട് ഞാൻ കുറെ ദിവസമായി. മാറി, ഞാൻ ആ കഥ തുറക്കാം. വാതിൽ തുറക്കരുത്. എടാ, നിനക്ക് ഞങ്ങളുടെ ശവം കണ്ടിട്ട് മതിയാവുള്ളല്ലേ. ഞാൻ അവരൊന്ന് കാണണ്ടടാ. അത് നിന്റെ അവസാനത്തെ കാണലായിരിക്കും. അവരെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ രണ്ടുപേരും